രോഗികളെ അടിച്ചുകൊണ്ട് രോഗം മാറുമോ? പണ്ട് കുഷ്ഠരോഗികളുടെ മേലെ ചൂടുവെള്ളം ഒഴിച്ച കാലമുണ്ടായിരുന്നു. രോഗികളെ കല്ലെറിഞ്ഞ് ഓടിച്ച കാലമുണ്ടായിരുന്നു. ആ കാലത്താണ് അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകം ഇറങ്ങിയത്, KPSCയുടെ. ആ നാടകത്തിൽ കുഷ്ഠരോഗബാധിതയായി വിവാഹം മുടങ്ങിപ്പോയ ഒരു കഥാപാത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? സുമം എന്നാണ് കഥാപാത്രം. ആ കഥാപാത്രം ആശുപത്രിയിൽ പോയി കിടന്നപ്പോൾ ഡോക്ടർ ഇവരോട് ക്രൂരമായി പെരുമാറുമ്പോൾ ആ രോഗി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ, രോഗം ഒരു കുറ്റമാണോ എന്ന്. രോഗം വന്നവരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കരുത്. അങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവാർഡ് ആ നാടകത്തിന് കിട്ടിയത്. ആ ചോദ്യം ഒരു ഇന്റർനാഷണൽ ചോദ്യമായിരുന്നു. രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അടിച്ചോടിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ കുട്ടികൾ അവരറിയാതെ രോഗത്തിനടിമയായി പോയിട്ടുണ്ടാകാം. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. തെറി പറഞ്ഞതുകൊണ്ട്, കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കുക. ലഹരിക്ക് അടിമയായാൽ അത് കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ കേൾക്കുന്ന തന്ന വൈബുമാര് പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും കുട്ടികളെ മാത്രമേ ലഹരി അടിക്കുന്നുള്ളൂ. എത്ര പണ്ടെല്ലാം പട്ടയും ഊളച്ച ചാരായവും അടിച്ചിട്ട് റോഡരികിൽ കിടന്നിട്ട് ഛർദിച്ചിട്ട് അതിൽ മൊത്തിയും കുത്തി വീണിട്ട് അതും അത് കണ്ടിട്ട് മദ്യപാന ശീലത്തിലേക്ക് കടന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മദ്യപിക്കുന്നവരെ കണ്ടിട്ട് മദ്യപാനത്തിലേക്ക് കടന്ന ഒരൊറ്റ കുടുംബത്തിലെ കുട്ടികളും ഉണ്ടാവില്ല. കാരണം അത് കണ്ടിട്ട് ഇതുപോലെ ഞാനാവില്ല എന്ന് പറയായിരുന്നു. എന്നാൽ പകൽമാന്യന്മാരായി നടക്കുന്ന കുറെ ആളുണ്ട്. ഞായറാഴ്ചകളിൽ ഒത്തുചേർന്ന് അടിക്കുന്നവർ, വെള്ളിയാഴ്ചകളിൽ അടിക്കുന്നവർ, ശനിയാഴ്ചകളിൽ അടിക്കുന്നവർ. ഒരു പെഗ് നല്ലതാ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണം. എന്നാ ഓന്റെ കക്കൂസിൽ നിന്ന് മലമ്പാരി ടേസ്റ്റ് നോക്കുന്നുണ്ടോ? ഈ മാന്യന്മാരാണ് നമ്മുടെ കുട്ടികളെ വഷളാക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഏത് വീട്ടിൽ നിന്ന് ഞായറാഴ്ചകളിൽ അതിൽ മാഷന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഏത് ഡീസന്റ് മദ്യപാനികൾ, ഡീസന്റ്, നല്ല ഷർട്ടിട്ടാൽ കുടിക്കുന്ന മദ്യം, നല്ല ഡീസന്റ്. നമ്മുടെ ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ നമ്മളിട്ട ട്രൗസർ ഓനിട്ട ബർമൂഡാണ്. പാവപ്പെട്ടവൻ അടിച്ചാൽ ഓൻ വെള്ളം അടിക്കുന്നവൻ മദ്യപാനി, മറ്റേ കൂടെ അടിച്ചാലോ അത് സോഷ്യൽ ലൂബ്രിക്കേഷൻ.